ആർക്കെതിരെയാണെന്നുള്ളത് എം ടി പറഞ്ഞത് കൃത്യമാണ്. ഇത്തരം സമാന സ്വഭാവങ്ങളോടുകൂടി ഭരണത്തെ നേരിടുന്ന അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആർക്കും അത് സ്വീകരിക്കാവുന്നതാണ്. അദ്ദേഹം വളരെ ധാരണയോടുകൂടി വന്ന ആളാണ്. ധാരണയില്ലാതെ ഒരു വാക്ക് പോലും ഒരു ചുണ്ടിൻ്റെ ചലനം പോലും ആലോചിക്കാതെ ചെയ്യുന്ന ആളല്ല എം ടി. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞതാണോ എന്നൊക്കെ സംശയിക്കുന്നൊരു സമൂഹം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നത്. ഏത് രീതിയിലാണ് കേരളീയ സമൂഹം അവരവർക്ക് അനുകൂലമല്ലാതെ വരുന്ന കാര്യങ്ങളെ കാണുന്നത്? ആ കാഴ്ചപ്പാടിലുള്ള പ്രശ്നം വളരെ വലുതായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടിയാണ്. തിരുത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ എം ടിക്ക് ആശങ്കയുണ്ട്. അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം തിരുത്തപ്പെടുന്നതാണോ എന്നുള്ള. പക്ഷേ പറയേണ്ടതുണ്ട്, ആ യാഥാർത്ഥ്യം മറച്ചു വെച്ചതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ്. താൻ പറയുന്ന വാക്കുകൾ കേൾക്കാൻ ഒരു സമൂഹമുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യമുള്ളതുകൊണ്ടാണ് എം ടി അത് പറയുന്നത്. നമ്മളൊരു വലിയ യാഥാർത്ഥ്യം, സാമൂഹ്യ യാഥാർത്ഥ്യം പറയുമ്പോൾ ആ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആർക്കും അത് അപ്ലൈ ചെയ്യാവുന്നതാണല്ലോ. ആക്ച്വലി തലേത്തെ ദിവസം ഞാൻ ഞങ്ങളുടെ സെഷനുമായി ബന്ധപ്പെട്ട് ഞാൻ എം ടിയുടെ വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയും കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിനെക്കുറിച്ചൊന്നുമല്ല, ഞങ്ങളിങ്ങനെ പൊതുവേ സാമൂഹ്യമായ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ആ കൂടി ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാലമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നാളെ ഞാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ ചിലതൊക്കെ പറയുന്നുണ്ട്, ഞാനത് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്, ചിലതൊക്കെ പറയേണ്ട സമയമായി, അതുകൊണ്ട് ഞാൻ നാളെ കൃത്യമായിട്ട് പറയും സുധീറേ എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചുള്ളതൊരു പ്രതീക്ഷ കാര്യം തന്നെയായിരുന്നു ഇന്നലെ. പക്ഷേ ഇത്രയും കനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്താവനയായിരിക്കും അദ്ദേഹത്തിൽ നിന്ന് വരുവാന്ന് ഞാൻ അപ്പോഴും കരുതിയിരുന്നില്ല. ചിലതൊക്കെ പറയുന്നു വിചാരിച്ചു. വളരെ ദീർഘമായൊരു രാഷ്ട്രീയ പ്രസ്താവന തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അത് വളരെ വളരെ സ്വാഗതാർഹമായ ഒരു കാര്യവും തന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം സെഷന് മുമ്പേ ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ഈ പ്രസംഗത്തെക്കുറിച്ച് അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും എല്ലാവരും അത് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒന്നും കേട്ടിരുന്നില്ല, ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ പോയ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു, അതൊരു വിമർശനമായി കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വിമർശനമായിട്ടല്ല, അതൊരു യാഥാർത്ഥ്യമായിട്ടാണ്. അപ്പോൾ അദ്ദേഹം അതാണ് ഞാൻ ഉദ്ദേശിച്ചൊരു വിമർശനമല്ല, ഞാൻ ആരെയും വിമർശിക്കുകയായിരുന്നില്ല. പക്ഷെ ഒരു യാഥാർത്ഥ്യം പറയേണ്ടതുണ്ടായിരുന്നു, ആ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ആർക്കെങ്കിലും ആത്മപരിശോധനയ്ക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ അത് അത്ര നല്ല കാര്യം എന്ന രീതിയിലാണ് അദ്ദേഹം എടുത്തത്. തീർച്ചയായിട്ടും അത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം സ്വഭാവങ്ങളുള്ള ധാരാളം ഭരണാധികാരികളുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാം ആത്മപരിശോധനയ്ക്ക് ഇടയാവട്ടെ എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്തിട്ട് പറഞ്ഞു എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അദ്ദേഹം പറയുന്ന ഓരോ വാക്കും, അദ്ദേഹം അതിന് തിരഞ്ഞെടുത്ത വേദിയും, അദ്ദേഹം അതെല്ലാം വളരെ കൃത്യതയോടെ ചെയ്യുന്ന ഒരാളാണ്. ഒരു കാരണത്തിലും തെറ്റോ അല്ലെങ്കിൽ മാറിപ്പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കുന്ന വ്യക്തിയല്ല എം ടി എന്നുള്ളത് കൊണ്ട് വളരെ കൃത്യമാണ് അദ്ദേഹം തിരഞ്ഞെടുത്ത സ്ഥലവും അദ്ദേഹത്തിൻ്റെ വാക്കുകളും എന്ന് തന്നെയാണ് കരുതുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം കേരളം ഏറ്റെടുത്തതെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. മറ്റൊരാൾ പറഞ്ഞാലും ഇത് ഇത്രയധികം ഗൗരവത്തോടെ നമ്മുടെ സമൂഹം ഏറ്റെടുക്കരുത്. ഇതൊരു സമൂഹത്തിൻ്റെ ഏറ്റെടുപ്പാണ്. അതൊരു പ്രത്യേകമായ പാർട്ടിയുടെയോ അല്ലെങ്കിൽ സംഘടനയുടെയോ ഏർപ്പെട്ട കേരളീയ സമൂഹം ഒരുപക്ഷെ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന കുറേ കാര്യങ്ങൾ അവരെല്ലാം കൂടി ഏറ്റെടുത്ത് ചർച്ച ചെയ്തു എന്നാണ് ഞാൻ കരുതുന്നത്. ആർക്കെതിരെയാണെന്നുള്ളത് എം ടി പറഞ്ഞത് കൃത്യമാണ്. ഇത്തരം സമാന സ്വഭാവങ്ങളോടുകൂടി ഭരണത്തെ നേരിടുന്ന അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആർക്കും അത് സ്വീകരിക്കാവുന്നതാണ്. അദ്ദേഹം പറഞ്ഞതൊരു പ്രത്യേക രാഷ്ട്രീയ പ്രക്രിയയെക്കുറിച്ചാണ്. ആ പ്രക്രിയയോട് ചേർന്ന് നിൽക്കുന്നവർക്കത് അവരവരെന്താണ് തോന്നുകയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആ ഭരണാധികാരികളെയൊക്കെ നോക്കുമ്പോൾ അത് ഇത് എം ടി ഇവർക്കെതിരെയാണല്ലോ പറഞ്ഞു തോന്നുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അവരെല്ലാം അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. എം ടി പറഞ്ഞ വാചകം തന്നെ ആത്മപരിശോധനയ്ക്കുള്ള ഏറ്റവും വലിയ സമയമാണ്. അത് എം ടിയിൽ നിന്നുണ്ടായി എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം വളരെ ധാരണയോടുകൂടി വന്ന ആളാണ്. ധാരണയില്ലാതെ ഒരു വാക്ക് പോലും ഒരു ചുണ്ടിൻ്റെ ചലനം പോലും ആലോചിക്കാതെ ചെയ്യുന്ന ആളല്ല എം ടി. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞതാണോ എന്നൊക്കെ സംശയിക്കുന്നൊരു സമൂഹം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നത്. ഏത് രീതിയിലാണ് കേരളീയ സമൂഹം അവരവർക്ക് അനുകൂലമല്ലാതെ വരുന്ന കാര്യങ്ങളെ കാണുന്നത്? ആ കാഴ്ചപ്പാടിലുള്ള പ്രശ്നം വളരെ വലുതായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടിയാണ്. എം ടി പറഞ്ഞത് പൊളിറ്റിക്സ് അല്ലെന്നേ. എം ടി പറഞ്ഞതാണ് യാഥാർത്ഥ്യമാണ്. സമൂഹത്തിൻ്റെ മുന്നിലുള്ള യാഥാർത്ഥ്യത്തെ അത് പൊളിറ്റിക്സായി ചുരുക്കി കാണരുതെന്നാണ് ഞാൻ പറയുന്നത്. അതൊരു സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയെക്കുറിച്ചാണ് എം ടി പറഞ്ഞത്. എം ടി എന്നും രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. കാരണം പക്ഷേ അത് പറയേണ്ട സമയം നമുക്കറിയാം. നോട്ട് ചെയ്തതിനകത്തെ സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വ്യക്തിപരമായിട്ട് ആരെങ്കിലും പരാമർശിക്കുന്ന അദ്ദേഹം ഒരിക്കലുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന വേദിയും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് കരുതുന്നത്. തിരുത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ എം ടിക്ക് ആശങ്കയുണ്ട്. അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം തിരുത്തപ്പെടുന്നതാണോ എന്നുള്ള. പക്ഷേ പറയേണ്ടതുണ്ട്, ആ യാഥാർത്ഥ്യം മറച്ചു വെച്ചതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ്. താൻ പറയുന്ന വാക്കുകൾ കേൾക്കാൻ ഒരു സമൂഹമുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യമുള്ളതുകൊണ്ടാണ് എം ടി അത് പറയുന്നത്. അത് മനസ്സിലാക്കാത്തൊരു കാര്യം, എം ടിയുടെ വർഷങ്ങൾക്ക് മുമ്പ് EMS കുറിച്ച് എഴുതിയ ലേഖനത്തിൽ ഇന്നലത്തെ പ്രസംഗത്തിലെ മുക്കാൽ ഭാഗവും അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹം. അതിനകത്ത് ചില സമകാലീനമായ ചേർക്കലുകൾ മാത്രമേ അദ്ദേഹം നടത്തിയിട്ടുള്ളൂ. അദ്ദേഹം EMS കുറിച്ച് പറഞ്ഞത് ഇന്നലെ എൻ്റെ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത് ഏറ്റവും പൊതുപ്രവർത്തകരെക്കുറിച്ചുള്ള എൻ്റെ ചോദ്യത്തിൽ അദ്ദേഹം AKG യെക്കുറിച്ചാണ് പറഞ്ഞത്. AKGയുടെ ആ ഒരു ഇതിനെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. അപ്പോൾ രാഷ്ട്രീയപരമായി സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് എം ടി ആശങ്കാകുലനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കൃത്യമായിട്ടും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മളൊരു വലിയ യാഥാർത്ഥ്യം, സാമൂഹ്യ യാഥാർത്ഥ്യം പറയുമ്പോൾ ആ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആർക്കും അത് അപ്ലൈ ചെയ്യാവുന്നതാണല്ലോ. തീർച്ചയായിട്ടും അത് ആർക്കും ചെയ്യാവുന്നതാണ്. അത് കേരളത്തിൻ്റെയോ കേന്ദ്രത്തിൻ്റെയോ ഒന്നുമില്ല. ഒരുപക്ഷെ ലോകത്ത് പോലും അത്തരത്തിലുള്ള ആധിപത്യങ്ങൾ കൂടി വരുന്നത് അതേക്കുറിച്ചൊക്കെ അദ്ദേഹം ആശങ്കാകുലനാണ്. പക്ഷേ വേദിയും മറ്റത്തൊക്കെ നോക്കുമ്പോൾ അദ്ദേഹം എല്ലാ തരത്തിലും എല്ലാറ്റിനെയും കണ്ടിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ഉണ്ടാവും. കേരളത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനില്ലേ, അദ്ദേഹത്തിന് ചില ആശങ്കകളാണ്. അതിനകത്ത് ഏറ്റക്കുറച്ചിലുണ്ടാവാൻ മാത്രമേ ഉള്ളൂ. അത് പറയേണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.